ഷിനോജ് തീരെ നിവൃത്തിയില്ലാതെയാണ് ഈ സൂപ്രണ്ടൊക്കെ സംസാരിക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമാണ്. ഇപ്പോഴിതാ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് KPCC അധ്യക്ഷൻ, ഒപ്പം മറ്റ് മുതിർന്ന നേതാക്കൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയാണ്. KPCC പ്രസിഡന്റ്, ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ് തുടങ്ങി വിവിധ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നു. പ്രതിഷേധം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസും യുവജന സംഘടനകൾ അടക്കമുള്ള എല്ലാവരും. ഷിനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അപകടം നടന്ന സ്ഥലം KPCC പ്രസിഡന്റ് സണ്ണി കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടുന്ന സംഘം ഇപ്പോൾ സന്ദർശിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, PC വിഷ്ണുനാഥ് MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ സണ്ണി ജോസഫിനൊപ്പമുണ്ട്. എന്തായാലും ഇന്നലെ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടും ഇത്തരത്തിൽ ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കാൻ തയ്യാറായില്ല. ഒപ്പം അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ തന്നെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. അത് വലിയ രീതിയിൽ വിമർശനമൊക്കെ തന്നെ ഉയർന്നിരുന്നു. അതിന് പിന്നിലെയാണ് ആ ഒരു സാഹചര്യം കൂടി കണക്കാണ് ഇപ്പോൾ സണ്ണി ജോസഫ് ഈ അപകടം നടന്ന സ്ഥലം, ആ പോയിന്റിലേക്ക് കൃത്യമായി തന്നെ എത്തി എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മുതിർന്ന കോൺഗ്രസിന്റെ ഒക്കെ തന്നെ നേതാക്കൾ ഈ സണ്ണി ജോസഫിനൊപ്പമുണ്ട്. ഇതിനുശേഷം മരിച്ച ബിന്ദുവിന്റെ വീട്ടിലും സണ്ണി ജോസഫ് പോകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എന്താണ് ഈ സ്ഥലത്ത് സംഭവിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളിൽ നിന്നൊക്കെ തന്നെ സണ്ണി ജോസഫ് ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവർ അവർക്കൊപ്പമുണ്ട്. എന്തായാലും ഈ സമയത്ത് സണ്ണി ജോസഫിന്റെ പ്രതികരണം ഈ സമയത്ത് നമുക്ക് ലഭ്യമാകുമോ എന്നറിയില്ല. ഒരുപക്ഷെ ഇതിന് ശേഷമാകും സണ്ണി ജോസഫിന്റെ പ്രതികരണം ഉണ്ടാവുക. എന്തായാലും ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ സണ്ണി ജോസഫിനൊപ്പമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു വലിയ അപകടമാണ് ആ സമയത്ത് നടന്നത്. ഇന്നലെ ഇത് ഏകദേശം ഒരു 10:30 അടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി ഓർത്തോയുടെ ഒരു ഭാഗം, കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്ന് വീഴുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ AP അനിൽകുമാർ, ചാണ്ടിയുമ്മൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സംഘത്തിലുണ്ട്. അവരാണ് ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിക്കുന്നത്.